എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹനുമാൻ ഇല്ലാത്തൊരു രാമായണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അല്ലേ? രാമായണത്തിലെ ഹനുമാൻ എന്ന വിഷയം രാമായണത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് രാമായണത്തിലെ ഹനുമാന്റെ അവതാരത്തെ കുറിച്ചാണ്. രാമായണത്തിൽ ഹനുമാനെ ഭഗവാൻ ആദ്യമായിട്ട് കാണുന്നത് ഋഷിമൂകാചലത്തിന് സമീപത്ത് വെച്ചാണ്. സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന രാമലക്ഷ്മണന്മാർ വഴിയിൽ വെച്ച് ഒരു ബ്രാഹ്മണ വേഷധാരിയെ കാണുന്നതും അദ്ദേഹവുമായിട്ട് അവർ സംവദിക്കുന്നതും ഹനുമാൻ സ്വാമി ആയിരിക്കുന്ന ആ ബ്രാഹ്മണന്റെ ഭാഷാ വൈദഗ്ധ്യം, ഒപ്പം തന്നെ അദ്ദേഹം സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഇതെല്ലാം മനസ്സിലാക്കിയ രാമന് ഇത് സാധാരണ ഒരു ബ്രാഹ്മണനല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഹനുമാൻ സ്വാമിയുടെ മധ്യസ്ഥതയിൽ സുഗ്രീവനുമായിട്ടുള്ള സഖ്യം ഭഗവാൻ നടത്തുന്നത്. അപ്പൊ ആ സമയം തൊട്ടാണ് രാമായണത്തിൽ നമുക്ക് ഹനുമാനെ കാണാൻ സാധിക്കുക. അതിനു മുമ്പും ഹനുമാൻ സ്വാമി ഉണ്ട്. സുഗ്രീവന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു ഹനുമാൻ സ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായത്, അദ്ദേഹം എങ്ങനെയാണ് രാമായണത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരാളായത് എന്നൊക്കെ നമുക്ക് ലഘുവായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഹനുമാൻ സ്വാമി? അദ്ദേഹത്തെ നമ്മൾ പല പേരുകൾ ചൊല്ലി വിളിക്കാറുണ്ട്. അദ്ദേഹത്തെ നമ്മൾ വായുപുത്രൻ എന്ന് വിളിക്കാറുണ്ട്, മാരുതി എന്ന് വിളിക്കാറുണ്ട്, ആഞ്ജനേയൻ എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ ഭഗവാനെ നമ്മൾ വിളിക്കാറുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കി വേണം അദ്ദേഹത്തിന്റെ ഈ പേരുകളൊക്കെ വിളിക്കാൻ എന്നാണ് പൊതുവിൽ മഹാത്മാക്കൾ പറയാറുള്ളത്. രാമായണത്തിലെ ശിവന്റെ ചൈതന്യമാണ് ഹനുമാൻ സ്വാമി എന്നാണ് സങ്കല്പം. കഥകളിൽ പറയാറുണ്ട്, ഒരിക്കൽ സാക്ഷാൽ മഹാദേവനും ശ്രീപാർവതിയും ചേർന്ന് വാനര വേഷത്തിൽ വനത്തിലൂടെ അല്പകാലം സഞ്ചരിച്ചു എന്നാണ്. ആ സമയത്ത് ശ്രീപാർവതി ദേവി ഭഗവാനിൽ നിന്ന് ഗർഭിണിയായി അമ്മയുടെ വയറ്റിൽ ഭഗവാന്റെ ചൈതന്യം രൂപപ്പെട്ടു എന്നാണ്. അമ്മയ്ക്ക് തോന്നി ഈ ഒരു ഭാവത്തിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഉചിതമായിട്ടുള്ള ഒരാൾക്ക് ഈ കുട്ടിയെ കൊടുക്കാം എന്ന് ശ്രീപാർവതിയും ഭഗവാനും തീരുമാനിച്ചു എന്നാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള വായുദേവന് ആ ചൈതന്യത്തെ അവർ നൽകി. കേസരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാനരനും അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള അഞ്ജനയും ദീർഘനാളുകളായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവർ മഹാദേവന്റെ വലിയ ഭക്തരാണ്. അതുകൊണ്ട് തന്നെ ഈ ചൈതന്യത്തെ അഞ്ജനാഗർഭത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്ന് വായുദേവന് മഹാദേവൻ ഉപദേശവും നൽകി. അങ്ങനെ വായുദേവൻ ഭഗവാന്റെ ആ ചൈതന്യത്തെ അഞ്ജനയുടെ ഗർഭത്തിൽ ധരിപ്പിക്കുകയും അതിനുശേഷം അഞ്ജനാതനയനായിട്ട് ഭഗവാൻ ജനിക്കുകയും ചെയ്തു എന്നുമാണ്. അഞ്ജനാദ്രി എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത് എന്നാണ് സങ്കല്പം. അപ്പോൾ കുഞ്ഞ് ഹനുമാൻ ജനിച്ചപ്പോൾ അഞ്ജനാ ഭഗവതി ഭഗവാന് പറഞ്ഞു കൊടുത്തു, നീ എൻ്റെ മകനാണ്, നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളാണ് ഈ മുകളിൽ കാണുന്നത് എന്ന്. അമ്മ ഉദ്ദേശിച്ചത് മരത്തിന് മുകളിലുള്ള പഴങ്ങളായിരുന്നെങ്കിൽ ആ കുട്ടി കണ്ടത് ഏറ്റവും മുകളിൽ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ ആയിരുന്നു എന്നാണ്. ആ കഥയൊക്കെ വളരെയധികം പ്രസിദ്ധമാണ്. അന്ന് തൊട്ട് ആ ഹനുമാൻ സ്വാമിയുടെ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും എവിടെയാണോ രാമകഥ പാരായണം ചെയ്യുന്നത് അവിടെ നിർബന്ധമായിട്ടും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ് സങ്കല്പം. ബാഷ്പവാരിധ്യം എന്നാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് രാമകഥ പറയുന്ന സ്ഥലത്ത് ഭഗവാൻ വന്ന് സാന്നിധ്യം ചെയ്യുന്നതാണ് സങ്കല്പം. അത്രയധികം രാമനെ സ്നേഹിക്കുന്ന രാമൻ തന്നെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ വീക്ഷണത്തിൽ അദ്ദേഹവും ഭഗവാനും ഒന്നായിരുന്നു. അതുകൊണ്ട് രാമൻ തന്നെയാണ് ഹനുമാൻ, ഹനുമാൻ തന്നെയാണ് രാമൻ. ആ സങ്കല്പത്തിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കണം. മനസ്സിന്റെ പ്രതീകമാണ് ഹനുമാൻ എന്നാണ്. എല്ലാ സമയത്തും നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ സ്മരണ ഒന്നുകൊണ്ട് മാത്രം ഏതൊരു പ്രതിസന്ധിയിലും അത് മറികടക്കാം എന്നുള്ള ഒരു ഊർജം നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നുന്നത് കാണാം. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരു കാലത്ത് മഹാഭാരത യുദ്ധസമയത്ത് സാക്ഷാൽ ഭഗവാൻ അർജുനന്റെ കൊടിയടയാളമായിട്ട് നിശ്ചയിച്ചതും ആ കപിശ്രേഷ്ഠനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ അലർച്ച ഒന്നുകൊണ്ട് മാത്രം ദുഷ്ടശക്തികളൊക്കെ ഓടിപ്പോകുന്നു എന്നുമാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ അഞ്ജനാതനയനായിട്ടുള്ള ഭഗവാന്റെ അവതാരം നമുക്ക് ഈ ഭാരതഭൂമിയിൽ അഞ്ജനാദ്രിയിൽ ലഭിച്ചതിന് സുകൃതം ചെയ്ത നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ ആഞ്ജനേയസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് കുഞ്ഞുനാളിൽ കിട്ടിയ നിരവധിയായിട്ടുള്ള വരങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള ആയുധങ്ങളും അദ്ദേഹത്തെ സ്പർശിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിവ് പകർന്നു കൊടുത്തത് സൂര്യനാണ്.
അദ്ദേഹത്തിന് അറിയാത്തതായിട്ടുള്ള വിദ്യകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹം അതിസുന്ദരമായിട്ട് പാട്ട് പാടുമായിരുന്നു, വീണ വായിക്കുമായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. ഒരു സകലകലാ വല്ലഭൻ എന്ന് വിളിക്കപ്പെടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ സ്മരിക്കുന്ന മാത്രയിൽ ഒരു രാമനാമം കൊണ്ട് നമുക്ക് ഒരേ സമയം ഹനുമാൻ സ്വാമിയെയും സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയും പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നതാണ്. തൻ്റെ പ്രഭുവിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നതാണ് ഭഗവാന് സ്വന്തം പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം. അങ്ങനെ ഒരു ഭക്തനായിട്ടുള്ളൊരു ഈശ്വരൻ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി അനുഗ്രഹം ഈ രാമായണ മാസക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാമകഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.